ഒട്ടുമിക്ക സ്ത്രീകളുടെയും ഇഷ്ടഭഗവാനാണ് ശ്രീകൃഷ്ണൻ. അപ്പം എനിക്കൊരു സംശയമുണ്ട്, ഈ ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടെന്ന് പറയുന്നത് അത് സത്യമാണോ? ഇതിന് ഒരു കഥയുണ്ട്. അതായത് 16,000 പേരെ ശ്രീകൃഷ്ണൻ നരകാസുരനിൽ നിന്ന് രക്ഷിച്ചതാണ്. അതായത് നരകാസുരൻ കന്യകമാരെ അപഹരിച്ചു കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ അടച്ചതാണെന്ന് പറയുന്നു. അപ്പോൾ അവരെ മോചിപ്പിച്ച് കൃഷ്ണൻ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സമൂഹത്തിൽ അവഗണന ഇല്ലാണ്ടിരിക്കാനാണ്. പിന്നെ കൃഷ്ണൻ്റെ ശരിക്കുള്ള ഭാര്യമാരെന്ന് പറയുന്നത് 8 പേരാണ്. അപ്പം അതിൽ രുക്മിണി, സത്യഭാമ, ജാമ്പവതി, കാളിന്തി, മിത്രവിന്ദ, പിന്നെ സത്യ, ലക്ഷ്മണ, ഭദ്ര, ഇങ്ങനെ 8 പേരുണ്ട്. പിന്നെ രണ്ടാമത് പറയുന്നത് നരകാസുരൻ്റെ മക്കളാണ് ഈ 16,000 പേര് എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൃഷ്ണൻ്റെ ഒരു ലീലകളാണ്, ദിവ്യലീലകളാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ദൈവീക പ്രണയത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്നു എന്നും പറയപ്പെടുന്നു. ശ്രീകൃഷ്ണൻ്റെ 8 ഭാര്യമാരിൽ ആദ്യ ഭാര്യയായ രുക്മിണി വിദർഭ രാജകുമാരിയും ലക്ഷ്മി ദേവിയുടെ അവതാരമായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമത്തെ ഭാര്യ സത്യഭാമ സത്രജിത്തിൻ്റെ മകളും പരാക്രമശാലിയുമായിരുന്നു. അതുമാത്രമല്ല, നരകാസുരനെ വധിക്കാനായിട്ട് ശ്രീകൃഷ്ണൻ്റെ കൂടെ നിന്നോളുമാണ്. മൂന്നാമത്തേത് ജാമ്പവതി, ജാമ്പവാന്റെ മകളും ശ്രീകൃഷ്ണന് സെമന്തകമണി, അതായത് വിശിഷ്ടരത്നം കിട്ടാൻ കാരണക്കാരിയുമായവളാണ് ജാമ്പവതി. നാലാമത്തേത് കാളിന്തി, യമുനാ നദിയുടെ ദൈവിക രൂപവും പിന്നെ കൃഷ്ണന് വേണ്ടി കൃഷ്ണനെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് തപസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇവളുടെ ഭക്തി കണ്ട് അവളെ വിവാഹം കഴിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അഞ്ചാമത്തേത് മിത്രവിന്ദ, അവന്തി രാജകുമാരിയും ശ്രീകൃഷ്ണൻ സ്വയംവരത്തിൽ ജയിച്ച് വിവാഹം കഴിച്ചതാണെന്ന് പറയുന്നു. ആറാമത്തേത് സത്യ, അയോധ്യ രാജകുമാരിയും പിന്നെ കൃഷ്ണൻ ശക്തിയാലും വിവേകത്താലും ജയിച്ച് വിവാഹം കഴിച്ചു എന്ന് പറയുന്നു. ഇപ്പം മനസ്സിലായോ ശ്രീകൃഷ്ണൻ്റെ 16,008 ഭാര്യമാരുടെ കഥ? ഇത് നമ്മൾ പല ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വേറെ കഥയായിട്ട്, പുതിയ കഥയായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.